വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരാഴ്ച മുൻപ് നടന്ന അതിക്രമത്തിലെ പ്രതികളെ കണ്ടെത്താത്തതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൌൺസിൽ മൌനജാഥ നടത്തി. വിദ്യാർത്ഥികൾ, സ്കൂൾ അധികൃതർ, വ്യാപാരികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധർ അതിക്രമം നടത്തി ഒരാഴ്ച പിന്നിട്ടിട്ടും കുറ്റവാളികളെ പിടികൂടാത്തതിനെതിരെ മൗനജാഥ നടത്തി. ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ വഴിത്തല ടൗണിൽ നടന്ന ജാഥയിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വ്യാപാരികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരാഴ്ച മുമ്പ് നടന്ന സാമൂഹ്യ വിരുദ്ധാക്രമത്തിൽ 70,000 രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. സ്കൂൾ ഫാനുകൾ, ടാപ്പുകൾ തുടങ്ങിയവ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി സ്കൂൾ മാനേജർ ഫാദർ തോമസ് പോത്തനാമൊഴി, ഹെഡ്മാസ്റ്റർ മാത്യു ടി പെരുമ്പനാനി എന്നിവർ ആരോപിച്ചു. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ, ഈ പ്രതികളായവരെ കണ്ടെത്തുവാൻ എന്തുകൊണ്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വൈമുഖ്യം കാണിക്കുന്നത് എന്നറിയില്ല. 9 ദിവസം പിന്നിട്ടിട്ടും ഒരു നിസ്സാരമായ കേസ് എന്ന നിലയിൽ പോലെ ഉള്ള ഒരു സമീപനമാണ് ഇതിനോട് കാണിച്ചുകൊണ്ടിരിക്കുക. പ്രതികളെ കണ്ടെത്തി ജനമധ്യത്തിൽ ഹാജരാക്കാത്ത പക്ഷം ഈ പ്രദേശത്തെ ജനം ഒന്നാകെ ഇതിനെ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്ന് നിസ്സംഗത മാത്രമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഇതൊരു ജനരോക്ഷത്തിലേക്ക് മാറാതിരിക്കണമെങ്കിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് സൂചന നടത്തിയെങ്കിലും ഏറ്റവും അടുത്ത ദിവസം കണ്ടെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാത്ത പക്ഷം വഴിത്തല ടൗണിലെ മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹർത്താൽ ആചരിക്കുകയും അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ എടുക്കുന്ന തീരുമാനപ്രകാരം ബഹുജന മാർച്ച് സംഘടിപ്പിക്കുകയും പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. മന്ത്രിയെ കണ്ട് സംസാരിച്ചതാണ്, PTA കൂടി ഒന്നിച്ച് തീരുമാനമെടുത്തതാണ്. അതല്ലാതെ തന്നെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചും തീരുമാനിച്ചതാണ്. പോലീസ് സ്റ്റേഷൻ ഹെഡ്മാസ്റ്റർ പ്രാവശ്യം പോയി നിവേദനം അടക്കുകയും ഒത്തിരി സൂചനകളെല്ലാം ഞങ്ങൾക്ക് പറ്റുന്ന പോലെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ഇത് എവിടെ എന്തോ സംതിങ് ഈസ് റോട്ട് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക് എന്ന് പറഞ്ഞ മാതിരി എന്തോ കുഴപ്പമുണ്ട്, എന്താണെന്ന് കണ്ടുപിടിക്കാമെന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം പോലീസ് അധികാരികളുടെ ഭാഗത്ത് ഏറ്റവും വേഗം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ നാടിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നതോടൊപ്പം അവരുടെ ഈ ദുഃഖം, ഞങ്ങളുടെ ദുഃഖം, എല്ലാവരുടെയും ദുഃഖമാണ്. ഇത് മാനേജ്മെന്റ് മാത്രം ദുഃഖമല്ല, പ്രദേശത്തിന്റെ ദുഃഖമാണ്. ഒന്നും പറയാണ്ട് മർച്ചൻസ് അസോസിയേഷനൊക്കെ സ്വന്തമായിട്ട് കടയടിച്ച് ദുഃഖം ആചരിക്കേണ്ട ആ ദിവസം അത്രയും തീവ്രമായൊരു വികാരം ഇതിന്റെ പിന്നിലുള്ളതുകൊണ്ട് ഏറ്റവും വേഗം പൊതുജന മധ്യത്തിലെ പ്രതികളെ കണ്ടെത്തി കൊണ്ട് അവരെ കൊണ്ട് ന്യായമായ ശിക്ഷയും കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള നടപടി പോലീസ് ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരെ പ്രദേശത്ത് ജനരോഷം ശക്തമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനാണ് നീക്കം. അഞ്ചേരി ഇടവെട്ടി പാറയിൽ ആരംഭിക്കുന്ന പാറമടയ്ക്കെതിരെ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആലക്കോട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. തെക്കുംഭാഗം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ടീന ഇമ്മാനുവൽ, മേരി മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാൻസി മാത്യു, EP ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. എങ്കിലും ഇതിനെതിരെ ഇത്രയും ആളുകൾ ഇവിടെ സംഘടിച്ച് നമ്മുടെ ഈ പാറമടയ്ക്കെതിരെ പ്രതികരിക്കുന്നത് കണ്ട് നമുക്കതിനു വേണ്ടി എന്ത് ചെയ്യുന്നതിനും പറ്റെടുക്കാത്തതിനുള്ള ലൈസൻസ് ലഭിച്ചതിനെതിരെയും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിന് ഈ 10ാം വാർഡിലെ കുറച്ച് ആളുകളുടെ വീടുകൾക്കും ദോഷകരമായി ബാധിക്കേണ്ട, അതിനുവേണ്ടി ഇവരോടൊപ്പം നിന്നുകൊണ്ട് എന്ത് പ്രവർത്തനത്തിനും നമ്മളും തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഈ ധർണയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈനിൽ അമലോത്ഭവ തിരുനാൾ ഡിസംബർ 8-ന് ആഘോഷിക്കും. തിരുനാൾ കുർബാന, ജപമാല പ്രദക്ഷിണം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈനിൽ ദൈവകരുണയുടെ മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 6:30-ന് റെക്ടർ ഫാദർ ജോർജ് ചേറ്റൂർ ദിവ്യബലി അർപ്പിക്കും. തുടർന്ന് നേർച്ചകാഴ്ചകളുടെ സമർപ്പണം ഉണ്ടായിരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ദൈവകരുണയുടെ നൊവേനയും ലതീഞ്ഞും നടക്കും. 3:45-ന് പ്രസിദ്ധ ധ്യാനഗുരു റവറൻ ഫാദർ ഡൊമിനിക് വാളമനാൽ ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. 5:45-ന് ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണം ആരംഭിക്കും. ജപമാല ചൊല്ലിക്കൊണ്ട് കത്തിച്ച തിരിയുമായി ഷ്രൈനിൽ നിന്നും ആരംഭിക്കുന്ന പ്രദക്ഷിണം മാരിയിൽ കലുങ്ക്, KSRTC ജംഗ്ഷൻ, ഗാന്ധി സ്ക്വയർ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെൽക്കോസ് ജംഗ്ഷൻ വഴി ഷ്രൈനിൽ തിരിച്ചെത്തുമ്പോൾ സമാപനാശീർവാദം ഉണ്ടായിരിക്കും. പാച്ചോർ നേർച്ചയോടെ 7:30-ന് തിരുക്കർമ്മങ്ങൾ സമാപിക്കും.
തിരുനാളിൽ സംബന്ധിക്കാനെത്തുന്നവരുടെ വാഹനങ്ങൾ സാധാരണ പാർക്കിങ്ങിന് പുറമെ മൂലമറ്റം റോഡിൽ മാരിയൽക്കലുങ്ക് ജംഗ്ഷനിലുള്ള മൗര്യ ഗാർഡൻസിൽ പാർക്ക് ചെയ്യുന്നതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ടെന്ന് റെക്ടർ ഫാദർ ജോർജ് ചേറ്റൂർ അറിയിച്ചു. ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് നൊവേന, വിശുദ്ധ കുർബാന എന്നിവയുണ്ടായിരുന്നു. ഫാദർ ജോസ് മഞ്ഞളി കാർമ്മികനായിരുന്നു. ദൈവകാരുണ്യമേ, ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, മനസ്സിലാക്കാനാകാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടും ദൈവകാരുണ്യമേ, മാനുഷികമായ ബുദ്ധിക്ക് അളക്കാനാകാത്ത ദൈവകാരുണ്യമേ, എല്ലാ ജീവനും തൊടുപുഴ ന്യൂമാൻ കോളേജ് NSS യൂണിറ്റും HDFC ബാങ്കും ചേർന്ന് രക്തദാന ക്യാമ്പ് നടത്തി. 60 NSS വോളണ്ടിയർമാർ രക്തദാനം നടത്തി. കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ TM ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രക്തദാനം മഹത്തായ ഒരു ദാനമാണ് എന്നുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ അശരണരായിട്ടുള്ള ആൾക്കാർക്ക് ജീവന്റെ അത്താണി പകർന്നു കൊടുക്കുന്ന ഒരു മഹത്തായ കാര്യമാണ് രക്തദാനത്തിലൂടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു കാര്യമാണ് രക്തം എന്നുള്ളത്. അപകടങ്ങൾ പെരുകുന്നു, അസുഖങ്ങൾ പെരുകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യോജിച്ച രക്തം ലഭിക്കുക എന്നത് നമ്മുടെ ആൾക്കാർക്ക്, സമൂഹത്തിലെ ആൾക്കാർക്ക് ഏറെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലേറെ പ്രതിസന്ധികളും നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികളൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ രക്തം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ നമ്മൾ പലപ്പോഴും അനുഭവിച്ചറിയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രക്തം ദാനം ചെയ്യുക എന്നത് വലിയ ഒരു കാര്യമാണ്, വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത്. അപ്പം ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ജില്ലാതല ഗണിത ക്വിസും ഗണിതോത്സവം സംഘടിപ്പിച്ചു. ഇടുക്കി ഡയറ്റ് പ്രിൻസിപ്പൽ R പ്രസന്നകുമാരപിള്ള ഗണിതോത്സവം ഉദ്ഘാടനം ചെയ്തു. കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PV അരീഷ് കുമാർ, ലിറ്റി പയസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഗണിതശാസ്ത്ര പ്രദർശനവും നടത്തി. നവീകരിച്ച തൊടുപുഴ മുനിസിപ്പൽ പാർക്ക് സന്ദർശിക്കാൻ എത്തിയതാണ് കോതമംഗലത്ത് നിന്നുള്ള കുട്ടി സംഘം. കോതമംഗലം മർത്താമറിയം പബ്ലിക് സ്കൂളിലെ കുട്ടികളാണ് അധ്യാപകർക്കൊപ്പം എത്തിയത്. നവീകരണത്തോടെ മോടി പിടിപ്പിക്കപ്പെട്ട തൊടുപുഴ മുനിസിപ്പൽ പാർക്ക് സന്ദർശിക്കാനെത്തിയത് കോതമംഗലം മർത്താമറിയം പബ്ലിക് സ്കൂളിലെ കുട്ടികളാണ്. UKG മുതൽ 2ാം ക്ലാസ് വരെയുള്ള 106
കുട്ടികൾ സംഘത്തിലുണ്ടായിരുന്നു. 10 അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെത്തിയത്. നവീകരിച്ച പാർക്കിന്റെ സൗകര്യവും കേട്ടറിഞ്ഞാണ് തങ്ങളെത്തിയതെന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിന്ധു സോമൻ പറഞ്ഞു. കോതമംഗലത്ത് നിന്ന് എത്തിയത് നഷ്ടമായില്ലെന്നാണ് ഇവരുടെ അഭിപ്രായം. ഞങ്ങൾ 108 കുട്ടികളായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഞങ്ങളിങ്ങനെ ഈ പാർക്കിനെ പറ്റി കേട്ടറിഞ്ഞാൽ ഇവിടെ വരാൻ വേണ്ടി വന്നു. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും ഞങ്ങൾ ഈ പാർക്കിലോട്ട് ഒത്തിരി പ്രാവശ്യം വരാൻ വിചാരിക്കുന്നുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ ടി ജോസഫിനോട് സ്പെഷ്യൽ അനുവാദം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. 10 മണി തുടങ്ങി 2 മണി വരെയ്ക്ക് ഞങ്ങൾ ഇവിടെ കാണാം. UKG തുടങ്ങി 2nd സ്റ്റാൻഡേർഡ് വരെയ്ക്കുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. അവരെ ക്ലാസ് ടീച്ചേഴ്സാണ് ഇവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും. വിദ്യാർത്ഥികൾക്ക് വേണ്ടി രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ പാർക്ക് തുറന്നുകൊടുത്തു. കോതമംഗലം, മൂവാറ്റുപുഴ നഗരസഭകളുടെ പാർക്കുകൾ കാടുകയറി സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുമ്പോൾ തൊടുപുഴ നഗരസഭാ പാർക്ക് കൂടുതൽ ആകർഷണീയമാക്കാൻ കഴിഞ്ഞത് നേട്ടമാവുകയാണ്. NCP സംസ്ഥാന പ്രസിഡന്റ് പീതാംബരൻ മാസ്റ്റർ നയിക്കുന്ന കർഷക രക്ഷായാത്രയ്ക്ക് തൊടുപുഴയിൽ വരവേൽപ്പ് നൽകി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് സ്വീകരണം നൽകിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഴവൂർ വിജയൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ആന്റി അതൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നിരാശയിൽ ഞാൻ ഇരുന്നപ്പോഴാണ് ഇന്നലെ ഇന്ത്യ വിഷനിൽ പൊളിറ്റിക്സ് കണ്ടപ്പോ അപ്പൊ എനിക്ക് യൂത്ത് കോൺഗ്രസുകാരെ കുറിച്ച് ഒരു മതിപ്പ് തോന്നി. ഈ MGR-ഉം രജനീകാന്തും ഒക്കെ എന്നത് ഇടിയെന്ന് പറഞ്ഞാൽ അടിപൊളി, ഇടി എന്ന് പറഞ്ഞാൽ തൊടുപുഴ ഇടിയാണ് എന്ന് പറയത്തക്ക രീതിയിൽ PJ ജോസഫിന്റെ കാർഷിക മേളയ്ക്ക് ആന വരേണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇടി ജനശ്രദ്ധയാകർഷിച്ച് ഇവിടെ നടന്നത്. 1000-ലധികം പേര് പോയില്ല. പോകാത്തതിന്റെ കാര്യം തൊണ്ണയ്ക്ക് കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആറ്റിൽ ചാടാൻ പറ്റിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു സിനിമ സ്റ്റൈൽ ഇടി. ഇപ്പൊ മാനസി കപ്പലൊക്കെ ഞാൻ മാനസി കപ്പലോട് പ്രത്യേകം പറഞ്ഞു ഈ വേദിയിൽ വന്നേക്കണം. എനിക്ക് യൂത്ത് കോൺഗ്രസുകാരൊക്കെ ഉള്ള സ്ഥലമാണ്. എന്റെ ആരോഗ്യം വെച്ച് ഇവരെ നേരിടാൻ പറ്റില്ല. ഇദ്ദേഹമാണെങ്കിൽ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് വില്ലനാകുന്നതും 2 ഇടി കൊടുക്കുന്നതും വളരെ ചുരുക്കമായിട്ട് ഇടി മേടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി ഉള്ള ഒരു ആരോഗ്യമുള്ള ആളുകൾ ഇരിക്കട്ടെ. അതാണ് പാർട്ടിയുടെ ഉത്സാഹമുള്ളവരെ അദ്ദേഹത്തോട് പറഞ്ഞത്. എല്ലാ സ്ഥലത്തും വരുന്നില്ല. തൊടുപുഴയിൽ വന്നേക്കണം എന്ന് ഞാൻ പ്രത്യേകം ക്ഷണിച്ചപ്പോ എന്നോട് വന്ന് പിന്നീടൊന്നും പേടിക്കണ്ട, എന്റെ കൂടെ 3-4 ആളുകൾ വന്ന് യൂത്ത് കോൺഗ്രസുകാരെ പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ ധൈര്യമായി പ്രസംഗിച്ചു എന്ന് പറയും. തൊടുപുഴ കിഡ്കോ ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ മൈൻഡ് പവർ ട്രെയിനിംഗ് നടത്തി. JC's ട്രെയിനർ പ്രയാഗോപി ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ മനു ജോസ്, KR സോമരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു കാര്യം നമുക്ക് ഒരാളെ പിടിച്ച് നടത്തണം, ഒരാളെ കൊണ്ട് ഒരു കാര്യം സാധിക്കണം. വലിയ ദേഷ്യക്കാരനാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മൈൻഡ് പവർ ഉപയോഗിച്ച് അയാളെ മനസ്സിൽ ചീത്ത പറയുമോ അതോ ഒന്ന് ശരിയാക്കി തള എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ എനർജി നേരെ ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഈ എനർജി എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്? എന്തോ അല്ല, ഈ എനർജി നമ്മൾ മനസ്സിലെ പറഞ്ഞേ എങ്ങനെ അത് ആളിലേക്ക് എത്തി? നമ്മുടെ അടുത്തുള്ള ആളിലേക്ക് എങ്ങനെ എത്തിയത്? നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാവരുടെയും മൈൻഡ് യൂണിവേഴ്സൽ എനർജി വെച്ച് കണക്റ്റഡാണ്. കിട്ടിയോ? നമ്മളൊരാളുടെ പുറകിലേക്ക് സൂക്ഷിച്ചു നോക്കി തിരിഞ്ഞു നോക്കും. ഞാൻ ഇത് പരീക്ഷിക്കാൻ വേണ്ടി 3 ആളുകൾ മേലേക്ക് എന്ത് താഴേക്ക് നിൽക്കുന്ന ആൾ നോക്കിയിട്ടുണ്ട്. അയാളെങ്ങനെ നമ്മുടെ മേളിലേക്ക് നോക്കും? അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിന്റെ ആ വേവ്സ് മറ്റൊരാളിൽ എത്തുന്നുണ്ട്. മെഡിറ്റേഷന്, ടെലിപ്പതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതിലേക്ക് നമ്മുടെ ചിന്തകൾ എത്തുന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ്. അപ്പൊ ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ വിഷ്വലൈസേഷനിൽ എത്തിക്കുന്നത്. ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ നമുക്ക് മുഖം അറിയാമെങ്കിൽ, അല്ല നമുക്ക് ചെന്നൊരു കാര്യം നടത്തേണ്ട ആളെ നമുക്ക് നടത്തണമെങ്കിൽ നമ്മുടെ ഉള്ളില് അദ്ദേഹത്തിന് ശാന്തി കൊടുക്കണം. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിൽ തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി അൻവർ ഹുസൈൻ മൗലവി ധർണ ഉദ്ഘാടനം ചെയ്തു.
അദ്വാനിയുടെയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിയുടെയും ജാഥകൾ കടന്നുപോയതെന്ന് നമുക്കറിയാം. നാം തിരിച്ചറിയേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്, ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിലൂടെ സംഘപരിവാര ശക്തികൾ അതല്ലെങ്കിൽ രാജ്യത്തിന്റെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ഈ രാജ്യത്തെ സ്ഥിരീകരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ വൈയാത്യങ്ങളില്ലാതെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സുന്ദരമായ തത്വം മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെ ഇടയിൽ വർഗീയ ചേരിതിരിവ് സംഘടിപ്പിച്ചുകൊണ്ട്, വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള സംഘപരിവാര ശക്തികളുടെ നേതൃത്വത്തിലാണ് ബാബരി മസ്ജിദ് ധ്വംസനം നടന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പിറ്റേന്ന് മുതൽ അല്ലെങ്കിൽ അന്നു മുതൽ മതകക്ഷികളും മതേതര കക്ഷികളും രാജ്യത്ത് മതേതരം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരല്ലാത്ത അല്ലെങ്കിൽ RSSന്റെ ചിന്താഗതികൾ ഇല്ലാത്ത മുഴുവൻ ആളുകളും ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു.